النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه ആദ്യമായ സ്വർഗത്തിൽ കിടക്കുന്ന ആളും മഹാനായ പ്രവാചകനാണ്. ഇത്രയെല്ലാം വിശേഷണങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ നാം കാണുമ്പോൾ പട്ടിണിയുടെ കോലമായിരുന്ന മഹാനായ പ്രവാചകൻ, ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ല, സ്വസ്ഥമായി ഉറങ്ങാൻ വീടുണ്ടായിരുന്നില്ല, സ്വസ്ഥമായി തലചേക്കാൻ ഇടമുണ്ടായിരുന്നില്ല, സ്വന്തം നാട്ടിൽ പോലും പ്രവാചകന് സ്ഥാനമുണ്ടായിരുന്നില്ല. അത്രത്തോളം കഷ്ടപ്പാടും ദുരിതവും നേരിടേണ്ടി വന്ന ശുഐബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവുകളിൽ വർഷങ്ങളോളം പട്ടിണിക്കിടപ്പെട്ട മഹാനായ പ്രവാചകൻ. എന്തുകൊണ്ട് മഹാനായ പ്രവാചകന്റെ മുമ്പില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സമ്പന്നരായ വ്യവസായികൾ എന്തുകൊണ്ട് മഹാനായ പ്രവാചകന് മുമ്പിൽ അണിനിരന്നു? അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ദരിദ്രരായ സഹാബാക്കൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അണിനിരന്നു? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളതായ അടിമകളായ സഹോദരങ്ങൾ, സഹാബാക്കൾ എന്തിന്റെ പേരിലായിരുന്നു മഹാനായ പ്രവാചകന് മുമ്പിൽ അണിനിരന്നിരുന്നത്? ഇതുപോലെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോഴേക്ക് ജീവിതത്തിന്റെ ഉയർന്ന മേഖലയിൽ നിന്ന ആൾക്കാരും അധികാരികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ അടിമകളും പട്ടിണി പാവങ്ങളും സാധുക്കളുമായ സഹാബാക്കൾ, എല്ലാ മേഖലയിലും വിരാജിച്ചിരുന്ന സഹാബാക്കൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അണിനിരന്നു? എന്തായിരുന്നു മഹാനായ പ്രവാചകന്റെ പ്രത്യേകത? നമുക്കറിയാം, ഹിറ്റ്ലർ എന്ന് കേൾക്കുമ്പോഴേക്ക് പേടിക്കാത്തവരില്ല. സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറിന്റെ അവസാനമെല്ലാം അയാളുടേതായ യുദ്ധപാടവം കൊണ്ട്, അയാളുടേതായ കഴിവ് കൊണ്ട്, അഹങ്കാരത്തിന്റെ പേരിൽ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറിനെ എല്ലാവരും ആദരിച്ചിരുന്നു, വാഴ്ത്തിയിരുന്നു, പുകഴ്ത്തിയിരുന്നു. പക്ഷേ യുദ്ധങ്ങളിലെല്ലാം തോറ്റപ്പോഴേക്ക് അണികൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയിട്ട് അവസാനം ഹിറ്റ്ലർ എന്ന് പറയുന്നതായ മനുഷ്യനെ ലോകത്തിന് ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അയാളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അയാളുടെ കാമുകിയും അതുപോലെ തന്നെ ബ്ലോണ്ടി എന്ന് പേരുള്ളതായ ഒരു വളർത്തുപട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ 1962 വരെയും ഈജിപ്തിന് ഭരണം കൈയാളിയിരുന്ന ഫാറൂഖ് രാജാവ് ഉണ്ടല്ലോ, അവസാനം നാട് വിടേണ്ടി വന്നു. സ്വേച്ഛാധിപത്യ ഭരണം കാഴ്ചവെച്ചപ്പോഴേക്ക് ഈജിപ്തിലെ ജനങ്ങൾ അയാളെ പേപ്പട്ടികളെ പോലെ ആട്ടി ഓടിച്ചുവെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം 52 ഭരണം അവസാനിപ്പിച്ച് നാട് വിടേണ്ടി വന്നതായ ഫാറൂഖ് രാജാവ് അവസാനം 62 മരണപ്പെടുമ്പോഴേക്ക് സ്വന്തം നാട്ടിൽ മയ്യത്തടക്കാൻ വേണ്ടിയിട്ട് 6 അടി മണ്ണ് അന്നത്തെ ഭരണാധികാരികളോട് ഇരന്നു വാങ്ങേണ്ടി വന്നുവെങ്കിൽ ആ ഫാറൂഖ് രാജാവ് അധികാരിയായിരുന്നപ്പോൾ ഒരുപാട് അണികൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ഫാറൂഖ് രാജാവിന്റെ പിന്നണിയായ ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ, പട്ടാളക്കാരുണ്ടായിരുന്നുവെങ്കിൽ, അധികാരം നഷ്ടപ്പെട്ടപ്പോഴേക്ക് ഫാറൂഖ് രാജാവ് ഈ ലോകത്തോട് യാത്ര പറയാൻ സമയമായപ്പോൾ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ അയാൾ ഭരിച്ചിരുന്ന ആ നാട്ടിൽ പോലും 6 അടി മണ്ണിന് വേണ്ടി യാചിക്കേണ്ടി വന്നുവെങ്കിൽ ആ മരണസമയത്തുണ്ടായിരുന്നത് ഫരീദ എന്ന് പേരുള്ള ഭാര്യയും അതുപോലെ പർവീൻ എന്ന് പേരുള്ള മകളും ഫുആദ് എന്ന് പേരുള്ള മകനും മാത്രമാ ഉണ്ടായിരുന്നത് എങ്കിൽ അധികാരമില്ലാത്ത പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എങ്ങനെയാണ് ലോകത്തിന്റെ വസന്തമായി തീർന്നത്? എങ്ങനെയാണ് ലോകത്തിന് കാരുണ്യമായി തീർന്നത്? എന്തുകൊണ്ടാണ് അബൂബക്കറിനെ പോലെയുള്ളതായ ഖുറൈശി പ്രമാണിമാര്, എന്തുകൊണ്ടാണ് അബ്ദുല്ലാഹ് മസ്ഊദിനെ പോലെയുള്ളതായ സാദിഖുകളായ സഹാബാക്കള്, അതുപോലെ തന്നെ സഅദ് ബിൻ അബീ വഖാസിനെ പോലെയുള്ള ചെറുപ്പക്കാര്, പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാ. അറിയുമോ സഅദ് ബിൻ അബീ വഖാസിനെ? 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരനാ. എത്രയോ ചെറുപ്പക്കാരുടെ പേരിൽ, കായികാഭ്യാസികളുടെ പേരിൽ നാം ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാറുണ്ട്, സിനിമാ നടന്മാരുടെ പേരിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സഅദ് ബിൻ അബീ വഖാസിനെ പോലെയുള്ള ധീരയോദ്ധാവിന് വേണ്ടി എന്തുകൊണ്ട് ഫാൻസ് ഉണ്ടാക്കുന്നില്ല? എന്തുകൊണ്ട് സഅദ് ബിൻ അബീ വഖാസിനെ പോലെയുള്ള ചെറുപ്പക്കാരായ സഹാബാക്കളെ അനുകരിക്കാൻ തയ്യാറാകുന്നില്ല? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ മാതാവുണ്ടല്ലോ, പിതാവില്ലാതെ വളർത്തിക്കൊണ്ടുവരികയാണ് സഅദ് ബിൻ അബീ വഖാസിനെ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു എന്ന് കണ്ടപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് മാതാവ് പ്രഖ്യാപിക്കുകയാ, എന്നെന്റെ മകൻ ഇസ്ലാം ഉപേക്ഷിച്ച് മുഹമ്മദിനെ കൈവിട്ടിട്ട് എന്നിലേക്ക് വരുന്നോ അന്നല്ലാതെ ഞാൻ ആഹാരം കഴിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം കിടക്കാൻ തയ്യാറായപ്പോൾ എല്ലാവരും വിചാരിച്ചു ആ മാതാവിന്റെ ഏക മകനാണ്, ഏക സന്തതിയാണ്, ഏക അവലംബമാണ്, ആശ്രയമാണ്. ഈ മാതാവിന്റെ പ്രതിജ്ഞ കേട്ടുകൊണ്ട് സഅദ് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങി വരുമെന്ന് മനസ്സിലാക്കിയ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് സഅദിന്റെ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി. ഞാനിതാ മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാ, ഞാനിതാ മുഹമ്മദിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഈമാൻ വർദ്ധനവിന് വേണ്ടിയാ പറയുന്നത്. പ്രിയപ്പെട്ട റസൂലിനോട്
സ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയാ പറയുന്നത്. പ്രവാചകനോട് ഇഷ്ടത്തിന്റെ പേരിൽ ആ സഅദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ മുമ്പിൽ കൂടി നിന്നവരോടാകെ പറയുകയാ, ഞാനിതാ പ്രഖ്യാപിക്കുകയാ, എന്റെ മാതാവ് മരണപ്പെട്ടാലേ ശരി, എന്റെ പ്രവാചകനെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറാവുകയില്ല. എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാനിതാ പ്രവാചകന് വേണ്ടി എന്നെ സമർപ്പിച്ചിരിക്കുകയാ. എന്റെ ഉമ്മ നഷ്ടപ്പെട്ടാലും ശരി, എന്റെ സർവ്വതം നഷ്ടപ്പെട്ടാലും ശരി, എനിക്ക് എന്റെ പ്രവാചകനാവലത്, വിശുദ്ധമായ ദീനാവലതെന്ന് പറഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല പ്രവാചകന്റെ അടുക്കലേക്ക് പോവുകയാ. എപ്പോഴും ചോദിച്ചു, അല്ലാഹുവിൻ റസൂലേ, അല്ലാഹുവിന്റെ തീരുമാനം വന്നോ, ജിബ്രീൽ വന്നോ നബി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു മറുപടിയും പറയാതെ ആകാശത്തേക്ക് കണ്ണുന്നിട്ടിരിക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹു ആരോരുമില്ലാത്ത മലമ്പ്രദേശത്തേക്ക് പോവുകയാ. ആരോരുമില്ലാത്ത പ്രദേശത്തേക്ക് സഅദ് റളിയല്ലാഹു തആല കടന്നു പോവുകയാ. ആ സമയത്താണ് നസലൽ അമീൻ മുഖറബുൽ അംലാക് ജിബ്രീൽ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുർ റഹ്മാനു ഉദ്ദാ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്തതായ സത്യവിശ്വാസികളുണ്ടല്ലോ, സയജ്അലു ലഹുർ റഹ്മാനു ഉദ്ദാ, അവർ പിറകെ അല്ലാഹുവിനെ കൂട്ടുകാരാക്കുന്നതാ, അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരാക്കുന്നതാ. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്രയെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും, ആരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തിയാലും ശരി, ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ പടപൊരുതുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് മുന്നേറിയ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് 17 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ സിംഹാസനത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, അല്ലാഹുവിന്റെ അർശിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ നിന്നും അവശേഷിക്കുന്ന ആയത്തുണ്ടല്ലോ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുർ റഹ്മാനു ഉദ്ദാ, അവർ പിറകെ അല്ലാഹുവിന്റെ കൂട്ടുകാരായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നതായ ധിക്കാരികൾക്ക് അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ് വലീദ് ബിൻ മുഗീറയുടെ ചരിത്രം. അവസാനമായ മാതാവ് പറയുകയാണ്, മുഹമ്മദിനിറങ്ങിയ ആയത്തെല്ലാം ശരി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവൻ വാപ്പയെന്ന് വിളിക്കുന്ന, ഉപ്പ എന്ന് വിളിക്കുന്നതായ ആ വ്യക്തിയുണ്ടല്ലോ മുഗീറ, ഒരിക്കലും ഇവന്റെ പിതാവല്ല. കാരണം അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല, അയാൾ ഷണ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ കിട്ടണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ എന്റെ വീടിന് സമീപത്തുള്ളതായ മലഞ്ചെരുവില് ആട് മേച്ച് നടക്കുന്ന ഇന്ന ആട്ടിടയനാണ് ഇവന്റെ പിതാവെന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവ് പോലും യാഥാർത്ഥ്യം വെളിവാക്കിയെങ്കിൽ അന്നോളം മൂടിക്കിടന്നൊരു ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കാൻ തയ്യാറാകുമ്പോൾ നാം സൂക്ഷിക്കുക. ഒരു ലഘുലേഖ എഴുതിയിട്ട് ഒരിക്കലും മഹാനായ പ്രവാചകനെ ആക്ഷേപിക്കാൻ സാധിക്കുകയില്ല. സാക്ഷാൽ ഉടമസ്ഥൻ ഇടപെടുമെന്നതിന് തെളിവാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പൗരാണികമല്ല, കാലികമാണ്. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടില് 2010 ഡെൻമാർക്കിലെ ആ കാർട്ടൂണിസ്റ്റ് പോലും ചത്ത് ചാമ്പലായി പോയി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ പ്രഖ്യാപനം ആണെങ്കിൽ ഇന്ന് ഫലസ്തീന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഫലസ്തീനിൽ ജീവിക്കുന്നതായ മുസ്ലിം സഹോദരങ്ങളുണ്ടല്ലോ, സ്വന്തം ജനിച്ചു വരുന്ന നാട്ടിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്നതായ ദുര്യോഗമുണ്ടല്ലോ. എത്രയോ ദയനീയമാ അവസ്ഥ. എന്തുകൊണ്ടാണ് ഫലസ്തീൻ അവസ്ഥയിലേക്ക് എത്തിയതെന്നറിയുമോ? 1950 വരെയും പൂർണ്ണമായും ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഫലസ്തീൻ ജനതയുണ്ടല്ലോ. ഇതേ അവസ്ഥയിൽ ഫലസ്തീൻ ജനം മുന്നേറുകയാണെങ്കിൽ വീണ്ടും ലോകം ഇസ്ലാമിന്റെ കാൽ കീഴിൽ വരുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ഭരണകൂടം ജൂത പരീക്ഷകളെ ഫലസ്തീനിലെ കുടിയേറി പാർക്കാൻ അവസരം കൊടുക്കുകയാ. ഫലസ്തീനിലേക്ക് കടന്നു വന്ന ജൂതന്മാർ, ആ ജൂതന്മാരുടെ സൗന്ദര്യവും ആരോഗ്യവും പൈസയും കണ്ടപ്പോൾ 17-18 വയസ്സ് മാത്രം പ്രായമുള്ള ഫലസ്തീനിലെ പെണ്ണുണ്ടല്ലോ, അന്ന് വരെ പർദ്ദ ധരിച്ചിരുന്ന പെണ്ണ് ജൂതന്മാരുടെ സൗന്ദര്യം കണ്ടപ്പോൾ, അവരുടേതായ ആരോഗ്യം കണ്ടപ്പോൾ, പൈസ കണ്ടപ്പോൾ ഈ പർദ്ദയെല്ലാം അഴിച്ചു മാറ്റിയിട്ട് മിനി സ്കർട്ടും ധരിച്ചുകൊണ്ട് പാതിരാത്രികളിൽ ഫലസ്തീന്റെ തെരുവോരങ്ങളിലെ ഒലിവുമരങ്ങളില് പാർക്കുകളിൽ സമയം ചിലവഴിക്കാൻ തയ്യാറായപ്പോൾ അന്നത്തെ പ്രബോധകർ പോയിട്ട് പറഞ്ഞേ, സഹോദരിമാരെ, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായി നിങ്ങളുടെ സംസ്കാരം ഇതല്ല, പർദാ സംസ്കാരമാ നിങ്ങൾക്ക് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ലജ്ജയുള്ളവരായി ജീവിക്കേണ്ടവരാ, ലജ്ജ കാത്ത് സൂക്ഷിക്കേണ്ടവരാ. നിങ്ങൾ ഹയാ എന്ന് പറയുന്ന ഈമാന്റെ ഭാഗമാ. അൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സംസ്കാരം നിങ്ങൾ വെടിയുക. വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് നിങ്ങൾ മടങ്ങുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ഉലമാക്കളുടെ മുഖത്ത് നോക്കിയിട്ട്, പ്രബോധകരുടെ മുഖത്ത് നോക്കിയിട്ട്
ഫലസ്തീനിലെ പെണ്ണ് പറയുക, ഇത്രയും കാലം ആടുമാടുകളെ പച്ചില കാണിച്ച് തറവുശാലയിലേക്ക് നയിക്കുന്നത് പോലെ യാഥാസ്ഥികന്മാരായ നിങ്ങൾ ഞങ്ങൾ നയിക്കുകയായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ രസം എന്താണ് എന്നും ജീവിതത്തിന്റെ സുഖം എന്താണ് എന്നും ഈ ചെറുപ്പക്കാർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയാ. അതുകൊണ്ട് യാഥാസ്ഥികന്മാരായ നിങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഉലമാക്കൾ അവഹേളിച്ചതിന്റെ ഫലമാ, വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരം വലിച്ചെറിഞ്ഞതിന്റെ ഫലമാ ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ മുസ്ലിം സഹോദരിമാർ നിഷ്ഠൂരമാവിധം വധിക്കപ്പെടുന്നതിന് വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ. അങ്ങ് ഡൽഹിയുടെയും ബോംബെയുടെയും തെരുവോരങ്ങൾ കത്തിക്കരിക്കപ്പെട്ടതായ വിശുദ്ധ ഖുർആൻ, ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കരിക്കുന്നത് പോലെ കത്തിക്കരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. ഏത് വിശുദ്ധ ഖുർആൻ എന്നറിയുമോ? ലോകത്തിന്റെ നാനാഭാഗത്തും ആക്രമിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന സമുദായത്തിന്റെ മോചനത്തിന് വേണ്ടി ശബ്ദിക്കണമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ ചോദ്യമുണ്ടല്ലോ, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. وما لكم നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബാക്കളോട് ചോദിച്ച ചോദ്യമാ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് 1400 വർഷം കഴിഞ്ഞതിന് ശേഷവും വിശുദ്ധ ഖുർആനിൽ ആ ചോദ്യം അവശേഷിക്കുകയാ. വമാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ഇതാ അല്ലാഹുവിന്റെ റസൂൽ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാ. വഴിയോരങ്ങളിലെല്ലാം ഇങ്ങനെ കൊടികൾ കെട്ടി തോരണങ്ങൾ കെട്ടി അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ചോദ്യം ഇന്നും അവശേഷിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബാക്കളോടായി അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാ വിശുദ്ധ ഖുർആന്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് വമാലക്കും നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാതിരിക്കാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാതിരിക്കാൻ എന്ത് ന്യായീകരണമാ നിങ്ങൾക്കുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാ. والمستضعفين من الرجال والنساء والولدان, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാതിരിക്കാൻ എന്ത് ന്യായീകരണമാ ഉള്ളതെന്ന് ചോദിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആൻ നിർത്തുന്നില്ല. വീണ്ടും ചോദിക്കുകയാ, വൽമുസ്തദഅഫീന മിനർ റിജാലി വന്നിസാഇ വൽവിൽദാൻ, ബലഹീനരായ അബലകളായ സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി, പിഞ്ചോമന പൈതലുകളുടെ മോചനത്തിന് വേണ്ടി, വയോവൃദ്ധരായ അവശത അനുഭവിക്കുന്നതായ വയോവൃദ്ധരുടെ മോചനത്തിന് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ എന്ത് ന്യായീകരണമാ നിങ്ങൾക്കുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആന്റെ ചോദ്യത്തിന് ഉത്തരം ചെയ്യേണ്ട മുസൽമാൻ വിശുദ്ധ ഖുർആന്റേതായ ചോദ്യത്തിന് അവസാനമായി ആ വിശുദ്ധ ഖുർആൻ അവശത അനുഭവിക്കുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാ. ആ പ്രകാശം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കയറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നബിയേ മൂസ, ആ ചെരുപ്പുകൾ അങ്ങ് അഴിച്ചു വെക്കുക, ഫഖ്ലഅന അലൈക, നിന്റെ ചെരുപ്പുകൾ നീ അഴിച്ചു വെക്ക് മൂസ എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ചെരുപ്പഴിക്കാൻ പോയപ്പോൾ അല്ലാഹു തടയുകയാ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ലാഹുവേ, മൂസയോട് നീ പറഞ്ഞല്ലോ ചെരുപ്പഴിക്കാൻ, അത് ഞാൻ മൂസയോട് പറഞ്ഞത് ആ സീനാ പർവ്വതത്തിൽ മൂസയുടെ കാൽപാദങ്ങൾ സ്പർശിക്കുന്ന കാരണത്താൽ മൂസയ്ക്ക് അനുഗ്രഹം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങ് ചെരുപ്പൂരാൻ പാടില്ല. നാം നോക്കുക അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു എത്രയാണ് ഇഷ്ടപ്പെട്ടത് എന്ന്, എന്തുമാത്രം മഹത്തമാ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്തത് എന്ന്. സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട പ്രവാചകനോട് പറഞ്ഞു, നബിയേ, അങ്ങ് ചെരുപ്പൂരല്ല നബിയേ. എന്തിനാ ചെരുപ്പൂരണ്ടാന്ന് പറഞ്ഞെന്നറിയോ? നബിയേ, അങ്ങയുടെ റിസാലത്തിന്റെ കാലുകളിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സ്പർശിക്കുന്ന കാരണത്താൽ ഈ സ്ഥലം പരിശുദ്ധമാകട്ടെ നബിയേ, ഈ സ്ഥലം പരിശുദ്ധമാകട്ടെ നബിയേ. അതുകൊണ്ടാണ് ചെരുപ്പൂരണ്ടാന്ന് പറഞ്ഞതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം എത്ര വലുതാ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂലിന്റെതായ സ്ഥാനം എത്ര വലുതാ. സാക്ഷാൽ ഉടമസ്ഥനാ റബ്ബ് പോലും പറയുകയാ, എന്റെ സിംഹാസനത്തിന്റെ ഈ സ്ഥലമുണ്ടല്ലോ, ഈ പവിത്രമായ സ്ഥലമുണ്ടല്ലോ നബിയേ, ആ സ്ഥലം പരിശുദ്ധമാകണം അങ്ങയുടെ ചെരുപ്പിട്ട് ചവിട്ടുന്ന കാരണത്താൽ എന്ന് പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയ്ക്ക് 1000 സലാം. അങ്ങയുടെ കേവലം ഒരു എളിയ അനുയായിയാകാൻ ഭാഗ്യം സിദ്ധിച്ചുവെങ്കിൽ നബിയേ, അങ്ങയ്ക്ക് 1000 സലാം. വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. എത്രയോ വലിയ അനുഗ്രഹത്തിന്റെ ഉടമയാ. നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ മുസ്ലിമേ? എന്ത് നന്മ ചെയ്തതിന്റെ പേരല്ല ആ ഭാഗ്യം കിട്ടിയത്. പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായിയാകാൻ ഭാഗ്യം കിട്ടി. ലോകത്തിന്റെ വസന്തമാകുന്ന പ്രവാചകൻ, ലോകത്ത് കാരുണ്യത്തിൻ്റെതായ ചിറക് വിരിച്ച പ്രവാചകൻ,
ആക്രമിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്നതായ അടിമവർഗത്തിന് മോചകനായ പ്രവാചകൻ, എത്രത്തോളം കുഴിച്ചു മൂടപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ സമുദ്ധാരകനായ പ്രവാചകൻ, യഥേഷ്ടം ഭൂമിയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത പ്രവാചകൻ, സ്ത്രീ സമൂഹത്തിന് ഇത്രത്തോളം മഹത്വമുള്ള പ്രവാചകൻ. ആ പ്രവാചകനെയാണ് സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതെങ്കിൽ, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയതെങ്കിൽ, ചെരുപ്പൂരണ്ട നബിയേ, ചെരുപ്പൂരണ്ട നബിയേ, ഈ അർശിന്റെ പരിസരം ഒന്ന് പരിശുദ്ധമാകട്ടെ നബിയേ, അനുഗ്രഹീതമാകട്ടെ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ഉത്സാഹപ്പെടുത്തിയെങ്കിൽ, ചെരുപ്പൂരാതെ മാറ്റി നിർത്തിയെങ്കിൽ, അള്ളാഹുവിനെ കണ്ട മാത്രയിൽ അള്ളാഹുവിന്റെ റസൂലല്ല നിയന്ത്രണം വിട്ടുകൊണ്ട് പറഞ്ഞു പോവുകയാ, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എല്ലാ പരിശുദ്ധിയും അള്ളാഹുവിനാണ്, എല്ലാ വളർമയും അള്ളാഹുവിനാണ്, എല്ലാ മഹോന്നതിയും അള്ളാഹുവിനാണ്. ഇത് കേട്ടുകൊണ്ട് അർശിന്റെ ചുറ്റുഭാഗത്തും പ്രവാചകനെ സ്വീകരിക്കാൻ വേണ്ടി നിന്ന് മലക്കുകൾ ഒന്നടങ്കം പറഞ്ഞു പോവുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.